എന്തൊക്കെ പാടുപെടാം. വായിക്കുന്ന വാർത്തകൾ കേൾക്കാൻ കൊള്ളൂല, കാണാൻ കൊള്ളൂലെങ്കിലും വാർത്ത വായിക്കുന്ന ആൾക്കാരെ കാണാൻ കൊള്ളൂല്ലെങ്കിൽ ആൾക്കാർ വാർത്ത കേൾക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇതൊക്കെയാലും വാർത്ത തുറന്നു. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രധാന വാർത്താ മണിക്കൂറുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേനെടുത്തായിരുന്നാ? ഇത് ആരോട് കൊടുക്കണമെന്ന് വെച്ച്. നമസ്കാരം. പ്രധാന വാർത്താ മണിക്കൂറുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നാട്ടുവാർത്ത, വീട്ടുവാർത്ത, നരകവാർത്ത, നഗരവാർത്ത. പോളേട്ടോ, പ്രധാന വാർത്ത എടുക്കാൻ മറന്നുപോയി. അപ്പോഴേക്കും എല്ലാവർക്കും അങ്ങ് ചിരി തുടങ്ങി. നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റി എല്ലാവർക്കും ഭയങ്കര കക്കൊക്കെ ഭയങ്കര ചിരിയാ. ഇത് നമുക്ക് മാത്രമല്ല, ശരിക്കും വാർത്ത വായിക്കുന്ന ആളുകൾക്കും ഈ അബദ്ധം പറ്റാറുണ്ട്. പിന്നെ നമസ്കാരം. OCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ചിത്ര മോഹൻ. പ്രധാന വാർത്തകൾ. സാറേ, പ്രധാന വാർത്ത എഴുതിയിട്ടില്ലായിരുന്നു. അടിപൊളി. കോമഡി തന്നെ. അയ്യോ ചേട്ടാ, ഒരു മൂടില്ല. ഒരു മൂട് ചായയും കെടുത്തോ, ഒരു ചൂട് ചായയും കെടുത്തോ. തുടിപ്പു നിങ്ങൾ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ മിഥുനങ്ങൾ. അണ്ണാ, ഇതൊന്ന് ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തേക്കേട്ടാ, പണി പാളിപ്പോവും. വിൽപ്പന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി. യസജിത്തിൻ മക്കൾ ഞങ്ങൾ, വിപ്ലവത്തിൻ വിത്തുകൾ ഞങ്ങൾ. തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല ഞങ്ങൾ, തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല. സാക്ഷികൾ ചോരയാൽ നിറം പകർന്ന ചെങ്കൊടി. എന്തുമീ കരങ്ങൾ തൻ ഓടിടട്ടെ ചൂഷകർ, ഓടിടട്ടെ മർദ്ദകർ, ഓടിടട്ടെ ചൂഷകർ. പാടി പഴയ ബലികുടീരങ്ങളെ, ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി, കടലുകൾ പടകമുയർത്തി. ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി, കടലുകൾ പടകമുയർത്തി. ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു, ജീവിതങ്ങൾ തുടലൂരിയെറിഞ്ഞു. ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു, ജീവിതങ്ങൾ തുടലൂരിയെറിഞ്ഞു. ചുണ്ടിൽ ഗാഥകൾ, കരങ്ങളിൽ ചെണ്ടുകൾ, പുതിയ പൗരനുണർന്നു. നാളങ്ങൾ. വെറുതെ പാട്ട് പാടിയിട്ട് ഒരു രസമില്ല. പാട്ട് പാടണമെങ്കിൽ ശ്രുതിയും കൂടി വേണം. ന്യൂസ് വായിക്കണ ശ്രുതിയുടെ കാര്യമല്ല പറഞ്ഞ, ഹാർമോണിയാണ് ഇങ്ങനെ അർമാദിക്കായിരുന്നു. തുടിപ്പു നിങ്ങൾ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ദിനങ്ങൾ. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങനെ. പാട്ട് റെഡിയോ? നിങ്ങൾ ഇന്ന സമരാങ്കണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി, നിങ്ങൾ ഇന്ന സമരാങ്കണഭൂവിൽ നിന്നണിഞ്ഞത്. എനി പ്രോബ്ലം? ചേട്ടാ, എനിക്ക് കുറെ നാളായിട്ടൊരു സംശയമുണ്ട്. ഈ ലാപ്പിൽ നിന്നാണോ എല്ലാ വാർത്തയും വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്കൊന്ന് മനസ്സിലായി, ഈ ലാപ്പും ചിലപ്പോൾ മനുഷ്യനെ ആപ്പിലാക്കും. എത്ര നേരമായി ഞാനൊരു ചായ ചോദിച്ചിട്ട്, എനിക്കാരും ചായ തരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വാർത്ത വരുന്നില്ല. ഹാപ്പി ലൈഫ് ഹെയർ ഫിക്സിങ്ങിനെ 15ാമത് എന്തൊക്കെയാ അടിച്ചു വെച്ചിരിക്കുന്നത്? ഹാപ്പി ലൈഫ് അല്ലേ? ഹാപ്പി ലൈഫ് ഹെയർ ഫിക്സിങ്ങിന്റെ 15ാമത് ശാഖ
ഹെയർ ഫിക്സിങ്ങിന്റെ എത്രാമത്തെ ശാഖയാ? ഹാപ്പി ലൈഫ് എനിക്ക് വരുന്നില്ല. അയ്യോ, തമാശ പറഞ്ഞ സമയം കളയേണ്ട വാർത്ത വയ്ക്കാൻ നോക്കാം. നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങാപ്പിള്ളേര് മുങ്ങിയെടുത്തു, തട്ടാപ്പിള്ളേര്. നിങ്ങൾ എന്താ ചിരിക്കണത്? ഇവിടെ ഇത് വാർത്തയല്ലേ? ഇത് അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടും കാക്ക കൊത്തി കടലിട്ടൊന്നും വാർത്തയല്ലേ? ഈ കഷ്ടപ്പെട്ട് വാർത്ത വായിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവില്ല, അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ അല്ലേ? വാർത്തകൾ വിശദമായി. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ രണ്ട് സ്ത്രീകൾ മരിച്ചു. തുമ്പൂർമൊഴി ഡാമിൽ കുളിക്കാനിറങ്ങിയ വൈദിക വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് തൂങ്ങി മരിച്ചു. ജനവികാരം മനസ്സിലാക്കി കോർപ്പറേഷൻ സമരസമിതിയുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്ന് ലാലൂർ മലിനീകരണ വിരുദ്ധ സമരസഹായ സമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചാവക്കാട് എടക്കഴിയൂരിൽ വീടിന് തീപിടിച്ച് ഷാജിയേട്ടാ ഇവളെങ്ങ് അരുതബു അരുത്. ആർഷഭാരതത്തിന്റെ സനാതന ബിംബങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള രുദ്രാക്ഷത്തെ അടുത്തറിയുവാൻ പൂരനഗരിയിൽ ഒരുക്കിയ രുദ്രാക്ഷ പ്രദർശനം ഏറെ വിജ്ഞാനപ്രദമാകുന്നു. മോക്ക് ഭ്രാന്താണെന്ന് സാറ് പറഞ്ഞില്ല. ഓ, നിങ്ങൾക്കങ്ങ് എന്ത് കണ്ടാലും ഭയങ്കര ചിരിയാ. ഈ എത്ര വലിയ അക്ഷരസ്ഫുടതയുള്ള ആളാണെങ്കിൽ പോലും ചില സമയത്ത് ആർക്കാണെങ്കിലും ഒരു പറ്റൊക്കെ തെറ്റും, അല്ല തെറ്റൊക്കെ പറ്റും. ആ അല്ലേ? എന്താ ഒന്ന് വാർത്ത വായിക്കാൻ ന്യൂസ് റീഡർ ആവണം അല്ലേ? അകത്തിരുന്ന് കോട്ടിട്ട് വായിക്കണോ വേണ്ടെന്ന് ഞങ്ങൾ പിന്നെ തീരുമാനിക്കാം. ആദ്യം നിങ്ങൾ പുറത്ത് ചെന്ന് ഏതെങ്കിലും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് കാണിക്കും, എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കാം. തങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സർക്കാർ ആനുകൂല്യങ്ങളെ കുറിച്ച്, യാതൊരു അറിവുകളെ കുറിച്ച്, സർക്കാരിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട യാതൊരു ആനുകൂല്യങ്ങളെ കുറിച്ചും, സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട തങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇന്ന് നമുക്കൊപ്പം ഒരു അവരെ കുറിച്ചാണ് ഞാൻ ഇന്ന് എന്റെ വാർത്തയിലൂടെ റിപ്പോർട്ട് തെറ്റി. യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. അത്തരത്തിലുള്ള കഷ്ടത ഉണ്ടായിരുന്നല്ലേ. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട യാതൊരു ആനുകൂല്യങ്ങളെ പറ്റി ഒരു കൂട്ടം ജനത ഇന്നും നമുക്കൊപ്പം ജീവിക്കുന്നു. ഞാൻ കുടിച്ചോളാം. ഇത് കുറഞ്ഞ മുക്കപ്പെടുത്തലാവോ? ഇനിയെങ്കിലും നമ്മുടെ അധികാരികൾ കണ്ണു തുറന്ന് പ്രവർത്തിക്കണം. മാറ്റമുണ്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ സിറ്റിസൺ ജേർണലിസ്റ്റ് ഈ പുറത്ത് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആർക്കായാലും തെറ്റുകൾ പറ്റാം, സർവ്വസാധാരണം. പക്ഷെ നമ്മൾ അകത്ത് സ്റ്റുഡിയോയിലിരുന്ന് കോട്ടയ്ക്കിട്ട് വൃത്തിയായിട്ട് വാർത്ത വായിക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. മനസ്സിലായോ? ഫ്ലെക്സിബിൾ. ഭീഷണിയാകുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന കാരക്കുന്ന്, തച്ചുണ്ണി എന്നിവിടങ്ങളിലെ ഏതു നേരവും വീഴാറായ നിലയിൽ അതെ, എത്ര ഫ്ലെക്സിബിൾ ആണെങ്കിലും തലയിൽ ഫ്ലെക്സ് വീണ ആരായാലും അമ്മേ എന്ന് വിളിച്ചു പോകട്ടോ. ഭീഷണിയാകുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന കാരക്കുന്ന്, തച്ചുണ്ണി എന്നിവിടങ്ങളിലെ ഏതു നേരവും വീഴാറായ നിലയിൽ ഈ ചായ എന്ന് വിളിച്ചതല്ല, ഈ ചായ കൊണ്ടുവരാൻ വേണ്ടി എത്ര നേരമായി.
എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാണ്. ഈ പല സ്ഥലത്ത് നടക്കുന്ന അബദ്ധങ്ങൾ കണ്ടുപിടിച്ച് അത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കളിയല്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ചില ചാനലുകൾ അവരുടെ ചാനലിൽ നടക്കുന്ന അബദ്ധങ്ങൾ അവർ തന്നെ എഡിറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കണം. എന്റെ പൊന്നു. കാഴ്ചാന്ന സിനിമയിലൂടെ എത്തിയ ബാലതാരം സപ്തമശ്രീയിലെ അന്നമ്മയിൽ എത്തി നിൽക്കുന്നു. കുട്ടിയായിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയ സനുഷയാണ്. ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? തിരുവോണ സദ്യയൊക്കെ ഞാൻ കുക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് എന്റെ അടുത്ത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ചില സാങ്കേതിക തടസ്സങ്ങളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. KPSC അധ്യക്ഷൻ VM സുധീറിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് വാർത്താ സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന ശുചിത്വ മിഷൻ ഡയറക്ടറെ വി ശിവൻകുട്ടി MLA നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാർ ഉപരോധിച്ചു. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്ക് അനുമതി നൽകിപ്പിക്കുന്നത് വൈകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വൈവിധ്യം സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ക്രിസ്മസ് ദിനത്തിൽ കേക്ക് മുറിച്ച് പുതിയ മമ്മൂട്ടി ചിത്രം ഭാസ്കർ ദ റാസ്കലിന്റെ ചിത്രീകരണത്തിന് തുടക്കമായി. തൃപ്പൂണിത്തുറ ചെറുപുഷ്പം സ്റ്റുഡിയോ സെറ്റിലാണ് ക്രിസ്തുമസ് ആഘോഷം നടന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വെള്ളിത്തിരയിലെ ഓണം എന്ന പരിപാടി കാണാം. വെള്ളിത്തിരയിലെ ക്രിസ്മസ് എന്ന പരിപാടി കാണാം. പൂരങ്ങളുടെ നാട്ടിൽ ക്രിസ്മസ് പാപ്പാമാരുടെ സംഗമം. ഗിന്നസ് റെക്കോർഡ് നേടിയ തൃശൂരിലെ സംഗമത്തിൽ 11,100 പാപ്പാന്മാരാണ് ചാമ്പ്യൻസ് ലീഗ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ 6ാം സീസൺ തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ IPL ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുകയാണ്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഒടുവിലെ വിവരം കിട്ടിയിട്ടില്ല. ജിബു, ടെൻഷനൊക്കെ മാറിയോ? ആദ്യ ചിത്രമാണ്, ഗൾഫിൽ നിന്നിങ്ങെത്തി ഒരു സിനിമ സംവിധാനം ചെയ്തതാണ്. പ്രേക്ഷകർ ചിരിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമായോ? ഗൾഫിൽ നിന്ന് എത്തിയ എനിക്ക് മനസ്സിലായില്ല. ഗൾഫിൽ നിന്ന് റേഡിയോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗൾഫിലും കുറച്ച് പരിചയമൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ ക്യാമറമാനായിരുന്നു. അതെല്ലാം മാറ്റി കളഞ്ഞിരിക്കുന്നു. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഓക്കെ. अभी हम डेली टाइम्स में डेली टाइम्स है ये डेली टाइम्स है ये डेली टाइम्स है। हाँ, डेली टाइम है। आप बताएं किसे बात करनी है? महर तरार जी है उधर, तो महर तरार जी है उधर, महर तरार जी है भाई। मुझे आपकी बिल्कुल कोई समझ नहीं आ रही. മാഷ് ഇനി എന്ത് ചോദിക്കണമെങ്കിലും ഹിന്ദിയിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾക്ക് വേഗം ഹിന്ദി പഠിക്കാലോ. एक ഗ്ലാസ് പാനി പിലാവോ, एक പന്നി, അയ്യോ एक ഗ്ലാസ് പാനി ലാവോ. പന്നിയല്ല, പത്നി. Can I talk to महर तरार? Hello. Hello. Can I talk to महर तरार? Hello. हाँ जी. Can I talk to महर तरार? എന്റെ അറ്റുവലമ്മച്ചി, ഞാൻ പറയുന്നൊന്നും ഇംഗ്ലീഷ് പിശാചിന് മനസ്സിലാവുന്നില്ലല്ലോ. I'm a friend of Mahar Tarar. I'm also a media person. Sorry? I am a media person from India. I am a media person from India. I am a media person from India. चुप! मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं, मगर अभी मालूम पड़ा मैंने गलत समझा हूँ.
हमारा राष्ट्रभाषा हिंदी है. तुम लोग हिंदी सीखो, नहीं तो किसी को छुटकारा नहीं पा सकता. जिन लोगों को हिंदी नहीं मालूम उन लोगों को हमारा सरकार नौकरी नहीं देगी. और याद रखो, कोई बक्सा लेकर बॉम्बे में आते तो मार खाएंगे, समझा? संपूर्ण चाचरदा बंदर का बच्चे. ഞാനൊരു അവതാരകനായതുകൊണ്ട് ചോദിക്കുക, ഈ അവതാരകരുടെ ഇടയിൽ ആണുങ്ങളാണോ മിടുക്കന്മാർ, പെണ്ണുങ്ങളാണോ മിടുക്കന്മാർ? ചർച്ച ചെയ്യാൻ വരട്ടെ. ഈയിടയ്ക്ക് യൂട്യൂബ് ചാനലിൽ ഒരു പുലിയെ ഞാൻ കണ്ടു, ഒരു പെൺപുലിയെ. സ്വന്തമായി എഡിറ്റ് ചെയ്ത്, സ്വന്തമായി ക്യാമറ വർക്ക് ചെയ്ത്, സ്വന്തമായി ആങ്കറിങ് ചെയ്ത്, സ്വന്തമായി മ്യൂസിക് വരെ ചെയ്ത ഒരു പെൺപുലി. 2015 മികച്ച ഹാസ്യചിത്രം രുദ്രന്റെ ശൃംഗാസനം. രുദ്രാസനം. മികച്ച നടി നൈക്കി ജലറാണി. അമ്മാവ, ഐ വിൽ ഡു ഇറ്റ്. Hello internet, my name is Lakshmi Menon. Welcome to my channel. So it's that time of the year again. Actually it's bit late ഇതിനു മുമ്പുള്ള പ്രീവിയസ് ഇയേഴ്സിലത്തെ കൺസിഡർ ചെയ്യുമ്പോൾ. എന്നാലും റോട്ടൻ കോക്രെറ്റ് അവാർഡ്സ് 2015 നൽകാനുള്ള സമയമായിരിക്കണം. 2015 ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും മോശം സിനിമകളും അതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് നൽകുന്ന അംഗീകാരമാണ് റോട്ടൻ കോക്രെറ്റ് അവാർഡ്. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. അപ്പോൾ തുടങ്ങല്ലേ? ബാബൂസ് ടെക്സ്റ്റൈൽസ് റോട്ടൻ കോക്രെറ്റ് അവാർഡ്സ് 2015 പവർഡ് ബൈ സൂര്യാസ് തട്ടുകട. നിങ്ങൾക്ക് ശാഖകളിൽ കോക്രെറ്റ് അവാർഡ്സ് 2015 കുട്ടൂസൻ ആൻഡ് ലുട്ടാപ്പി അവാർഡ് ഫോർ ദ ബെസ്റ്റ് കോമഡി മൂവി. ഒരു സ്പൂഫ് മൂവിയാണെന്ന് മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിയതിന് ശേഷം മാത്രം വേണം പോയി കാണാൻ. സുധീർ കരമനയാണ് വില്ലൻ. അപ്പോൾ മൂപ്പര് വരുമ്പോൾ ഒരു കാറുണ്ട്, 2 കൊമ്പൊക്കെ ആയിട്ട്. ഇതിലും മികച്ചൊരു വില്ലന്റെ കാറ് സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ. നിക്കി ഗൽറാണി ഏറ്റവും അവസാനം ഒരു വരവുണ്ട്. അതായത് മുപ്പത്തിയേർക്കാൻ സമയത്ത് ഡ്രസ്സില്ല. അപ്പോൾ വഴി കിടക്കുന്ന ഒരു റെഡ് ഷോൾ എടുത്ത് മൂടി പൊതച്ച് ഒരു തൃശൂലം പിടിച്ച് ദുർഗാദേവി അനുസ്മരിപ്പിക്കും ഇത് അങ്ങോട്ട് ചാടി ഭൈരവനെ കൊല്ലുകയാണ് സുഹൃത്തുക്കളെ, കൊല്ലുകയാണ്. ഇതുവഴി മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ജോണർ തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത്. താന്ത്രിക് ഹൊറർ കോമഡി സ്നേക്ക് പില്ലോ മൂവി. പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ. അപ്പൊ എളുപ്പം ചികിത്സിക്കണല്ലോ. ചികിത്സിക്കാം. ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു എന്ന് പറയും. ആ പലയിൽ കയറിയുന്ന ബ്രേക്ക് ഡാൻസും കളിച്ച് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. കല്ല് തപ്പി പോകുന്ന വില്ലന്മാർ, കല്ല് തപ്പി പോകുന്ന നായകന്മാർ, അവർ തപ്പി പോകുന്ന വേറെ വില്ലന്മാർ, നോ അടി ഓൺലി വെടി, 1 വെടി 2 വെടി 3 വെടി, ചറപറ വെടി. ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി കുറച്ച് കഴിയുമ്പോൾ ഡാൻസ് കളിക്കുന്നു, വേറെ പെൺകുട്ടി ചതിക്കുന്നു. ആകാശത്തുള്ള നക്ഷത്രങ്ങൾ, മീൻകണ്ണ്, മണൽത്തരികൾ, പടം കഴിഞ്ഞു, എല്ലാം ശുഭം. വെരി സിമ്പിൾ. നട്ടപ്പാതിരി 8 വയസ്സിൽ നിങ്ങളുടെ കുട്ടി ഞെട്ടിപ്പടഞ്ഞ് എന്നിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ 28 വയസ്സിൽ നിങ്ങൾക്കോ 30 വയസ്സിൽ നിങ്ങളുടെ ഭാര്യയ്ക്കോ അതെ സാർ നിങ്ങളുടെ കുട്ടിക്ക് രോഗം ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ അസുഖമുള്ളവർ വലതുകാൽ മുന്നോട്ട് വെച്ച് 2 അടി പുറകോട്ട് മാറി ഇടത് കൈയിൽ നിന്ന് നീട്ടി ഞങ്ങളുടെ സാമ്പിൾ കഴിക്കൂ സാർ. 24 hours 48 മണിക്കൂർ. ആണ് കഴിച്ചോ പെണ്ണാവും, പെണ്ണ് കഴിച്ചോ ആണാവും, ആണും പെണ്ണും എല്ലാം കഴിക്കരുത് സാർ, ഷോക്ക് അടിക്കും. നമ്മൾ മലയാളികൾക്ക് ചേഞ്ച് വേണം, അത്ര ചേഞ്ച്, ഇൻക്ലൂഡിങ് മീ. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇത്രയും ചേഞ്ച് വേണ്ടി വരില്ല എന്ന്. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? വാപ്പച്ചിയുടെ ലെഗസി അവാർഡ് ഫോർ ദ വേർസ്റ്റ് സീക്വൽ. തമിഴ്നാട് നമുക്ക് ആദ്യം പച്ചക്കറിയിൽ പണി തന്നു, പിന്നെ മുല്ലപ്പെരിയാറിൽ പണി തന്നു, ഇപ്പോൾ ആ പടച്ചു വിട്ടേക്കാണ് പേരശ എന്ന് പറഞ്ഞ സംവിധായകനെ. ഇതിലത്തെ ഒരു സീക്വൻസ് പറയുകയാണെങ്കിൽ ഉണ്ണിമൂന്നിന്റെ മുത്തശ്ശനാണ് മധു വെടിയേറ്റ് കിടക്കുന്ന സമയത്ത് ആ മൊത്തം സീൻ എടുത്ത് നോക്കുകയാണെങ്കിലും നായകൻ്റെ ആണെങ്കിലും നായികയാണെങ്കിലും വില്ലന്മാരുടെ ഒക്കെ ആണെങ്കിലും അഭിനയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ വെടി നമുക്ക് കൊണ്ടില്ലല്ലോ. എന്തിനാ പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് ശിക്കാരി ശംഭുവിന്റെ പോലെ കയറി വരുന്നൊരു വില്ലനും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരേ ഒരാളെ ഞാൻ കുറ്റം പറയുള്ളൂ. ആരാണ് അയാൾ? പേരരശാണ് അയാൾ. അവന്റെ പേര് പേരരശനാണ്. അവൻ തിരിച്ചു വരും. വന്ന ഞാൻ കാല് തല്ലിയൊടിക്കും, ഗ്യാരണ്ടി. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിൽ, ഈ കൊട്ടാര വളപ്പിൽ, ഈ ടെറിട്ടറിയിൽ. കെട്ടുപൊട്ടിയ വട്ടം പോലെ എന്ന പാട്ടിന്റെ വരികളെ അന്വർത്ഥമാക്കിക്കൊണ്ട് കെട്ടുപൊട്ടിയ വട്ടം പോലെ ആ പെൺകുട്ടി വട്ടത്തിൽ കൂട്ടുകാരെ മൊത്തം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും അർത്ഥവ്യാപ്തിയുള്ള ഒരു ഗാനം 2015 ഞാൻ വേറെ കേട്ടിട്ടില്ല. ഡിങ്ക 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 ഡിങ്ക. എന്താണ് ഈ ഡിങ്ക? ശക്തനായ ഡിങ്കനെയാണോ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്റെ അമ്മു, ഇത് അവതാരകയാണോ അതോ അവതാരമാണോ? റോട്ടൻ കോക്രെറ്റ് അവാർഡ്സ് 2015
Aluva and Mathikari Award for Worst On-Screen Couple. ബീഫിനോട് ഉപമിച്ചിരിക്കുന്ന നായികയ്ക്കും കല്യാണം വേണ്ട, നായകനും കല്യാണം വേണ്ട, കണ്ടിരിക്കുന്ന നമ്മൾ വടിയെടുത്ത് കല്യാണം നടത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. കുടുംബക്കേട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ്. പിന്നെ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് അറിയോ, തൈക്കുടം ബ്രിഡ്ജും മന്ദാരച്ചപ്പും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വിഗ്രഹം തച്ചോടച്ച് കളഞ്ഞല്ല. പക്ഷെ മോളൊരു കാര്യം മനസ്സിലാക്കണം, അതിന്റെ മുകളിൽ വേറെ കാര്യമുണ്ട്. ആക്ടിങ് ഈസ് റിയാക്ടിങ്, അല്ലാതെ ഡബ് ചെയ്ത പെണ്ണിന്റെ കഴിവിൽ മുമ്പോട്ട് പോകുന്നതല്ല അഭിനയം. ഈ ക്യാരക്ടർ റൂമിയായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി നല്ലതായിരുന്നു. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ലിപ്സിംഗ് ആയിരുന്നു. അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് വായിങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്ന് പകുതി എത്തുമ്പോഴാണ് ബസ് പിടിച്ച് ശബ്ദം വരുന്നത്. ഇത്രയ്ക്ക് ചീപ്പാണോ നമ്മുടെ മലയാള സിനിമ? നമ്മുടെ മലയാള സിനിമ മുത്തല്ലേ, കോപ്പടിക്കപ്പോൾ മര്യാദയ്ക്ക് അടിച്ചൂടെ? ഇതൊക്കെ പോരാഞ്ഞിട്ട്, ഹിന്ദിക്കാരോടുള്ള ക്രൂരത പോരാഞ്ഞിട്ട് നമ്മൾ മലയാളികൾക്ക് ഇട്ടുന്ന പണി എന്നൊക്കെയാണ്. അന്തിക്കടപ്പുറത്തുള്ള പാട്ടുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും വികലമായൊരു വേർഷൻ വരെ ഈ പടത്തിലുണ്ട്. 10 for 10,000 എന്നുള്ളൊരു ഈ അവാർഡ് 10 രൂപയ്ക്ക് 10,000 രൂപയുടെ അഭിനയം കാഴ്ചവെക്കുന്നവർക്കുള്ള ഒരു അവാർഡാണ്. ഈ ഒരു അവാർഡ് കാറ്റഗറി വേണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് വിത്തൗട്ട് എ ഡൗട്ട് എൻ്റെ പേര് ഞാൻ ഉറപ്പിച്ചതാണ്. സോൾട്ട് മാംഗോ ട്രീ എന്നുള്ളൊരു സിനിമയിൽ 10 മിനിറ്റിന് 10 ലക്ഷം രൂപയുടെ അഭിനയമാണ് ഞാൻ കാഴ്ചവെച്ചത്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഈ നമ്മുടെ മലയാളികൾക്ക് ഒരു വിചാരമുണ്ട്, അവരെല്ലാം പെർഫെക്റ്റും മറ്റുള്ളവർക്ക് എല്ലാവർക്കും അബദ്ധം പറ്റുമെന്ന്. പക്ഷെ എനിക്ക് ആ വിചാരമില്ല കേട്ടോ. കാരണം ഞാൻ പണ്ടേ പെർഫെക്റ്റ് അല്ലേ. ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ, ഒറ്റ ടേക്കിലെല്ലാം ഓക്കെ അല്ലേ. നമസ്കാരം, പ്രധാന വാർത്താ മണിക്കൂറുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേന ഞാൻ ഇവിടെ സോറി കേട്ടോ, ഞാൻ ആദ്യം പേന ഇവിടെ തപ്പാൻ പോയി. മണിക്കൂറുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. തമാശ പറഞ്ഞ സമയം കളയാണ്ട് നമുക്ക് വാർത്ത വായിക്കണ്ടേ. സോറി, പേന എവിടെ? സോറി, ഒന്നുകൂടി പോട്ടെ. ആ പേന എടുത്തേക്കാം. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തായി മുഴുവൻ പറക്കെടുക്കാൻ ആര് പറഞ്ഞു? ഇത് മാത്രമല്ല വാർത്ത. ഒന്നുകൂടി പോ. ഈ പുറത്തിറങ്ങി വാർത്ത വായിക്കണം. ഓക്കെ, ഈ പുറത്തിരുന്ന് വാർത്ത വായിക്കുമ്പോ വാർത്ത വായിക്കണം. ഈ പല സ്ഥലത്തും നടക്കുന്ന അബദ്ധങ്ങള് പല സ്ഥലത്തും ഓടി നടന്ന് പിടിച്ച് കണ്ടുപിടിച്ച് ഒന്നുകൂടി പോവാം. ഒരാവശ്യമില്ലാണ്ട് വരികൾ ഉണ്ടാക്കിയിട്ടേ ചില ഭാസ്കരൻ ചേട്ടൻ ഞാൻ പറഞ്ഞാണ്, വെറുതെ വയ്യാത്ത പട്ടി ഒന്നുകൂടി പോരാ. ഭാസ്കരൻ ചേട്ടൻ ഞാൻ പറഞ്ഞാണ്, വെറുതെ വയ്യാത്ത പട്ടി കയ്യാലേറെ നിൽക്കണ്ടെന്ന്. ഒന്നുകൂടി പോവാ. ഭാസ്കരൻ ചേട്ടൻ ഞാൻ പറഞ്ഞാണ് നേരത്തെ, ഈ വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ നിൽക്കണ്ടെന്ന്. ചെന്ന് കേറില്ല. ഇപ്പൊ കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കാണ്, മുഷ്ടി ചുരട്ടാണ്, ആകെ വയ്യാക്കാണ്. പോയില്ലേ? ഒന്ന് വേണമല്ലേ? സ്മൂത്താണ്ട്. മരുന്ന് 1.5 വരെ കഴിച്ചുള്ളു. ഞാനിവിടെ ഉണ്ട്. അവൻ അവിടെ ചെയ്തിട്ടൊന്നും ശരിയാൻ പോണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. Yeah.